എന്ത് ചെയ്യുമ്പോഴും പ്രയോറിറ്റി ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശന്ന അവശനായി ദാഹിച്ച് വരുന്നവനോട് എൻസൈക്ലോപ്പീഡിയ എടുത്ത് കൊടുത്തിട്ട് ഒരു ഫലവുമില്ല. ഓനൊരൊറ്റ ഏറെറിയും. അതേ സ്ഥാനത്ത് ദാഹിച്ച് തളർന്ന അവശനായവനിക്ക് കൊടുക്കേണ്ടത് നല്ല ഒരു ഗ്ലാസ് വെള്ളമാണ്. വെള്ളം കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, സമയവും സന്ദർഭമൊക്കെ നോക്കണം. ഏപ്രിൽ മെയ് മാസങ്ങളിലാണെങ്കിൽ അത് നട്ടുച്ചക്കാണെങ്കിൽ ഒരു തണുത്ത വെള്ളം കൊടുത്താൽ അവനിക്ക് എന്തൊരു ആഹ്ലാദമായിരിക്കും, എന്തൊരു സന്തോഷമായിരിക്കും. അതേ വീട് തന്നെ അതേ ഉമ്മയുടെ മരുമകൻ വൃശ്ചികം ധനു ഡിസംബർ മാസത്തിൽ വീട്ടിൽ മണിയറയിൽ നിന്നു അന്ന് രാവിലെ ആ ഒരു തണുത്ത ഗ്ലാസ് വെള്ളം കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാകുക? അവിടെ കൊടുക്കേണ്ടത് സുലൈമാനിയാണ്, ബ്ലാക്ക് ടീ ആണ്. എന്നാൽ ഓരോ സമയങ്ങളും സന്ദർഭങ്ങളും വ്യക്തികളെയും നോക്കി വിശന്ന അവശനാവിനിക്ക് അവനിക്ക് അനുയോജ്യമായ ഭക്ഷണം കൊടുക്കണം. എന്നാൽ ഒരു പരീക്ഷാർത്ഥിക്ക് കൊടുക്കേണ്ടത് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പി വിളിക്കുകയല്ല വേണ്ടത്. അവനിക്ക് പരീക്ഷാ വിജയത്തിന് ഏറ്റവും ഉപകാരപ്രദമായ അവൻ്റെ ചോദ്യപേപ്പറുകൾ, അതിനുത്തരങ്ങൾ, അല്ലെങ്കിൽ അവൻ ആശ്വാസ വചനങ്ങൾ അവനിക്ക് അതുപോലുള്ളതാണ്. അപ്പോൾ എന്ത് കൊടുക്കുമ്പോഴും സ്വീകർത്താവിൻ്റെ സാഹചര്യവും സന്ദർഭവും ഒക്കെ മനസ്സിലാക്കി അവരവരെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത്. ആർക്കെന്ത് കൊടുക്കുമ്പോഴും സ്വീകർത്താവിന് ഇത് പറ്റുമോ ഇല്ലേ, സ്വീകർത്താവിൻ്റെ മനസ്സെന്താണ്, കാലമെന്താണ്, അവസ്ഥ എന്താണ്, പ്രായമെന്താണ്. പ്രായാധിക്യമുള്ള വല്യപ്പാനെ കാണുമ്പോൾ ഒരു വടി കൊടുത്താൽ എന്നിട്ട് കൈപിടിച്ച് കൊണ്ടുവന്നാൽ അതവർക്ക് എന്തൊരു ആദരവായിരിക്കും, ബഹുമാനമായിരിക്കും. അതേ വടി കൊടുത്തുകൊണ്ട് എൻ്റെ മരുവന് എൻ്റെ പേര് വരുമ്പോൾ ഞാൻ കൊടുത്താലാണെങ്കിലോ പിന്നെ ആ മരുവൻ എൻ്റെ പേരിലേക്ക് വരുമോ? അപ്പോഴെപ്പോഴും നമ്മൾ കൊടുക്കുന്ന സ്വീകർത്താവിൻ്റെ മാനസികാവസ്ഥ നന്നായി മനസ്സിലാക്കിയായിരിക്കണം എല്ലാം ചെയ്യേണ്ടത്.